എന്ത്? എന്തെന്ന്? അല്ല, ഇങ്ങനെ നോക്കണ എന്തെന്ന്? വൈകിട്ട് 9:30 സാധനം തിരൂരെത്തണം. എത്തിയില്ലെങ്കിൽ എൻ്റെ പൊന്ന് ഭാബി, എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഞാനത് എങ്ങനെയെങ്കിലും ചെയ്തോളാം. എവിടെയായിരുന്നടാ നായിന്റെ മോനെ? സാധനം എത്തിക്കണ്ടേ? എന്റെ പൊന്ന് ഭാബി, എത്ര നേരമായി ഞാൻ ഭാബി വിളിക്കുന്നു. ഭാബി വിളിച്ചിട്ടൊന്ന് കിട്ടണ്ടേ? ഞാൻ മറ്റിടത്തായിരുന്നു. ഏത് മറ്റിടത്താ നാറി? നമ്മളെ മുരുകണ്ണൻ്റെ അവിടെ. ഏത് മുരുകണ്ണൻ? നമ്മൾ തുണി തയ്ക്കുന്ന മുരുകണ്ണൻ. പുള്ളി തട്ടിപ്പോയി. എപ്പോ? ഇന്ന് രാവിലെ. എന്റെ കുഞ്ഞിന്റെ കോലം കണ്ടില്ലേ ഭാബി? എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അവൻ എന്റെ കൊച്ചിനെ കൊല്ലും. നീ ചെല്ല്. ഇനി അവൻ നിന്റെ ചെറുക്കനെ തൊടൂല. പാത്തു, അവനെ എനിക്ക് വേണം ഇന്ന് തന്നെ. ഹലോ, ആൾട്ടാ വൈറ്റ്. മാറ്റാം. നല്ല സുഖമില്ലാത്ത ഹോസ്പിറ്റലായിരുന്നു എന്നാ കേട്ടത്. ശ്മശാനത്തിൽ എത്ര മണിയാ പറഞ്ഞേക്കുന്നത്? 4:30. 3:30 ആംബുലൻസ് വരും. ഓ, അല്ല സാറേ, ഈ കക്ഷിക്ക് ബന്ധുക്കളൊന്നുമില്ലേ? ആരും വന്നില്ലേ? 3-4 തമിഴന്മാർ രാവിലെ വന്നിരുന്നു. ബോഡി എന്തിനാണെന്ന് വെച്ചപ്പോൾ ഓരോരുത്തന്മാരായിട്ട് അങ്ങ് സ്കൂട്ടായി. എന്താ ആളുകളല്ലേ? അവന്മാരാരെങ്കിലും ഇവിടെ നിൽക്കേണ്ടതായിരുന്നു. എന്തോന്ന് പറയാൻ, ആള് പോയതുകൊണ്ടേ സാധനങ്ങളെല്ലാം വാരിക്കെട്ടിക്കൊണ്ട് പോവാ ഓരോരുത്തന്മാര്. അങ്ങനെ കുറെ വാണങ്ങള്. ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, അതെവിടെയാ? അവന്മാരെ ആ തമിഴന്മാര് ബന്ധുക്കൾ വന്നിരുന്നില്ലേ, ആ അവര് പോയപ്പോ അതിനെയും കാണാനില്ല. അവന്മാര് കൊണ്ടുപോയി കാണും. ഐറ്റം അവിടെ. ഇതെന്താ വായി തുണിയൊക്കെ കെട്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നെ? ഒന്നും പറയണ്ട ഭാബി, ഒടുക്കത്തെ നിലവിളിയായിരുന്നു. ചെവിയുടെ ആ പീസ് പൂട്ടി. കഴിക്കട്ടെ? ഹേയ്, വേണ്ട. ഇത് കൊള്ളാം, നല്ല ഗ്ലാമറായിട്ടുണ്ട്. കേട്ടോടാ ജോയ്, ഈ പിള്ളേരെ തല്ലുന്നവരെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പ്രത്യേകതരം ഫാമിലിയാ ഞങ്ങടെ. ആ കൊച്ചിയർക്കനെ തല്ലുമ്പോ നിനക്ക് കിട്ടിയ ഒരു മനസ്സുഖമുണ്ടല്ലോ, ആ ഒരിത് അതങ്ങോട്ട് കിട്ടുന്നില്ലല്ലോടാ ജോയി. ആ സാരമില്ല, കുറച്ച് ദിവസം നീ ഞങ്ങളുടെ ഗസ്റ്റാ. പോകെ നമുക്കത് ശരിയാക്കാം. ഞാൻ 2 എണ്ണം അടിച്ചിട്ട് വരാം. എടാ പിള്ളേരെ, നമ്മുടെ ഗസ്റ്റിന് ഒരു കുറവും വരുത്തരുത്. അപ്പൊ ഇനി നീ കൊച്ചു പിള്ളേരെ തല്ലൂല്ലല്ലോ, അല്ലടാ ജോയ്? നീ നമ്മുടെ പാട്ട് കേട്ടിട്ടുണ്ടാ? പോകപ്പാട്ട്. അതൊന്ന് കീച്ചിക്കേടാ ബിച്ചു, നമ്മുടെ ഐറ്റം സോങ്. ആ